सोनिक पर पहली बार देखिए द लेजेंड ऑफ हनुमान हर रोज शाम 7 बजे सोनिक पर। Watch full episodes on Jio Hotstar. ഞാൻ ശരിയായല്ലോ. യെസ് യെസ് യെസ്, ഞാൻ ശരിയായി. നിങ്ങളൊരു ഗുരുവാണ്. നിങ്ങൾ വെറും ഗുരുവല്ല, നിങ്ങളൊരു മഹാഗുരുവാണ്. അതല്ല ഞാനിപ്പോ ശരിയായത്. എനിക്ക് തോന്നുന്ന 2 പഞ്ച് മുഖത്ത് തന്നില്ലേ ഇങ്ങനെ, അതുകൊണ്ടാ ശരിയായത്. എനിക്ക് ശരിയായി. ഇനി ഗുരുജി താങ്കൾക്ക് ആരെങ്കിലും തല്ലണം തോന്നുന്നുണ്ട് എന്നെ വിളിച്ചാൽ മതി, എന്നിട്ട് എന്നെ തല്ലുക. എന്റെ ഗുരു ജയിക്കട്ടെ. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേരും നല്ല ആൾക്കാരാണ്. ഇന്നലെ ആ റിക്ഷക്കാരന് നിങ്ങൾ നീതി വാങ്ങിക്കൊടുത്തത് എത്ര നല്ലതാണ്. അത് ഞങ്ങൾ ചെയ്തില്ലെങ്കിൽ മറ്റാരെങ്കിലും വന്ന് ചെയ്തു കൊടുക്കും. നമ്മളൊക്കെയല്ലേ ഇതൊക്കെ ചോദിക്കേണ്ടത്. നീ ചെയ്തില്ലായിരുന്നേ മാസ്റ്റർ ചെയ്തേനെ. ആർക്കും അറിയില്ല മാസ്റ്ററിന്റെ ആ റിക്ഷ എന്ന്. എന്നിട്ട് താങ്കൾ വാടകയുടെ രൂപത്തിൽ ഒരു yen മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം ഒരു പാവപ്പെട്ട മനുഷ്യൻ അയാളുടെ കുടുംബം ഓടിച്ചോട്ടെന്ന് കരുതി. എന്റെ അമ്മോ, അത് ശരിക്കും വലിയൊരു നല്ല മനസ്സ് തന്നെയാ. ഇത് മാത്രമല്ല, നിങ്ങൾ ഭക്ഷണം കഴിച്ച ഹോട്ടലല്ലേ, അതുകൂടെ മാസ്റ്ററിന്റേതാണ്. അതിൽ എല്ലാ സ്റ്റുഡൻസിനും ഫ്രീ ആയിട്ടാണ് ഭക്ഷണം കൊടുക്കാറുള്ളത്. ദരിദ്രർക്കും പാവപ്പെട്ട മനുഷ്യർക്കും അവിടെ ഫ്രീ ആയിട്ടാണ് ഭക്ഷണം കൊടുക്കാറുള്ളത്. മാസ്റ്റർ, നിങ്ങൾ വലിയൊരു കാര്യം ചെയ്തിരിക്കുന്നേ. ഞാൻ ഇതിനൊക്കെ തന്നെ വേണ്ടിയാണ് കാശ് വാങ്ങുന്നതും. അല്ലാതെ പൈസ എനിക്ക് എന്ത് ചെയ്യാനാണ്? നിങ്ങൾ വേറെ ഏതെങ്കിലും മാസ്റ്ററുടെ കൂടെ പോയതാണെങ്കിൽ അദ്ദേഹം പൈസ വാങ്ങുമായിരുന്നില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഹിം നരേഷിന്റെ അടുത്തും ബോൺലെസ് മാസ്റ്ററിന്റെ അടുത്തും ട്രെയിനിങ്ങിന് പോയപ്പോൾ അവരൊന്നും എന്റെ അടുത്തുനിന്ന് പൈസ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. എന്ത്? എന്താ പറഞ്ഞത്? നിങ്ങൾ രണ്ടുപേരും ഹിം നരേഷിന്റെയും ബോൺലെസ് മാസ്റ്ററിന്റെയും കീഴിൽ പഠിച്ചതാണെന്നോ? കൊള്ളാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പഠിക്കാൻ കഴിയുന്നത്. അവരെല്ലാം എന്റെ ഉറ്റ സുഹൃത്തുക്കളാണ്. ആദ്യമേ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഒരു പൈസ പോലും നിങ്ങളിൽ നിന്ന് ഈടാക്കില്ലായിരുന്നു. എന്തു പറ്റി? ഒന്നുമില്ല. ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് 5000 yen തരുന്നുണ്ട്. കാരണം അതൊരു ചാരിറ്റിക്ക് വേണ്ടിയല്ലേ പോകുന്നത്. പത്ലു, എന്റെ ചങ്കേ ബ്രോ, നീ പറഞ്ഞത് വളരെ ശരിയാ. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കാശ് കൊടുക്കാൻ ഒരിക്കലും മടി കാണിച്ചിട്ടില്ലല്ലോ. വരൂ കസീട്ട, നമുക്ക് ചെന്ന് നമ്മുടെ ജോലി അങ്ങ് തുടങ്ങാം. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേരും വളരെ ഭാഗ്യവാന്മാരാണ്. നല്ല സുഹൃത്തുക്കളാണ് നിങ്ങൾക്കുള്ളത്. ഐ തിങ്ക് നമ്മൾ ബെസ്റ്റ് 3 കുങ്ഫു മാസ്റ്റേഴ്സിന് വേണ്ടി തയ്യാറാണെന്ന്. അവരെ പിടിക്കാൻ വളരെ എളുപ്പമല്ല. അവർക്ക് ഒരു നിമിഷത്തിന് പോലും ഇളവ് കൊടുത്താൽ അവര് നമ്മളെ തന്നെ തീർത്തു കളയും. അതെ, അവര് നമ്മളെ തീർക്കുന്നതിന് മുമ്പ് നമുക്ക് ചെന്ന് അവരെ പിടിക്കണം. ഓക്കെ, ഇനി മുകളിൽ ടവറിനടുത്തേക്ക് പോകേണ്ട സമയമായി. ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. വേഗമാവട്ടെ. വേഗം വന്നേ. സ്പീഡ് ഈസ് ദ കീ. ആദ്യത്തെ കാൽ പൊന്തുമ്പോൾ തന്നെ രണ്ടാമത്തെ കാലും പൊന്തിയിരിക്കണം. രണ്ടാമത്തെ കാൽ പൊന്തുമ്പോൾ ആദ്യത്തെ കാൽ മുകളിൽ എത്തിയിരിക്കണം. ഓക്കെ മാസ്റ്റർ.
ഇതെന്തുവാ? Fight! Get up! Fight! Fight! മാസ്റ്റർ, നിങ്ങൾ ഇത് എങ്ങനെ ചെയ്തത്? പഠിപ്പിച്ചു തരാം, എല്ലാം പഠിപ്പിച്ചു തരാം. പക്ഷേ ഒന്ന് മാത്രം മനസ്സിലാക്കുക, സ്പീഡ് ഈസ് ദ കീ. സ്പീഡിന്റെ കൂടെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ബോഡിയിലെ ഫുൾ എനർജി 2 കൈകളിലുമായി എടുക്കണം. എന്നിട്ട് ക്ലൗഡിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അത് പൂർണ്ണമായും നശിച്ചു പോകും. അത് തീർത്തും അപ്രത്യക്ഷമാകും. അതുകൊണ്ട് എപ്പോഴും ഓർമ്മ വെക്കുക, ശരീരത്തിന്റെ ഫുൾ എനർജി 2 കൈകളിലുമായി വെക്കുക. കാലാവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. മാസ്റ്ററിനെ നാപ്പിംഗ്, മാസ്റ്ററിനെ അറസ്റ്റ് ചെയ്തു, മാസ്റ്ററിനെ നാപ്പിംഗ്. എന്റെ ഇതുവരെയുള്ള വിദ്യാർത്ഥികളിൽ നിങ്ങൾ 2 പേരുമാണ് മിടുക്കർ. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഫൈറ്റ് ചെയ്യൂ. ഇത് നമ്മുടെ ഇടയിലെ അവസാനത്തെ ട്രെയിനിങ് ഫൈറ്റ് ആയിരിക്കും. മാസ്റ്റർ, എന്ത് പറ്റി? ഈ കരയുന്നതും ഒരു ട്രിക്കാണ്, ശത്രുക്കളുടെ ശ്രദ്ധ മാറ്റിയെടുക്കാൻ. അതിന് പല മാർഗങ്ങളും ഉപയോഗിക്കാം. നമ്മുടെ ചെയ്തികളിൽ അവർ ആശ്ചര്യപ്പെടണം. ഒരു നിമിഷം അതവരുടെ അവസാന നിമിഷമായി മാറ്റാം, നിങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ.
അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായോ? എന്നെ ക്രൈയിങ് മാസ്റ്റർ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടെന്ന്? മനസ്സിലായി മാസ്റ്റർ എല്ലാം. പത്തലു, മോട്ടു, പത്തലു. മുക്രി, മുക്രി, നീ എന്താ ഇവിടെ? ആഹാ, ഞാൻ ഫുർഫുറിയുടെ ഫോൺ ചെയ്തപ്പോ ഞാൻ കേട്ടു നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന്. മോട്ടു, മാസ്റ്ററിനെ നാപ്പിംഗ് ചെയ്തു. എന്ത് മാസ്റ്റർ നാപ്പിംഗ് ആയെന്നോ? നിങ്ങൾ പറയുന്നത് കേട്ടാ അദ്ദേഹം ഉറങ്ങാണെന്ന്. അങ്ങനെയല്ല, മാസ്റ്റർ നാപ്പിംഗ് ആയെന്ന്. എന്താ പറയാ അതിന്? അല്ലെ, പിടിച്ചോണ്ട് പോയിട്ട് പൈസ വയ്ക്കില്ലേ അത്. ഓ, കിഡ്നാപ്പിംഗോ? എന്ത് മാസ്റ്ററിനെ കിഡ്നാപ്പിംഗ് ചെയ്തെന്നോ? അത് തന്നെ, അത് തന്നെ. അതെ, ഹിം നരേഷിന് ആർക്കാണ് കിഡ്നാപ്പ് ചെയ്യാൻ ധൈര്യമുള്ളത്? തീർച്ചയായിട്ടും ഇതിലെന്തോ കള്ളമുണ്ട്. മുക്രി, നീ ആദ്യം ഇംഗ്ലീഷ് പറയുന്നത് നിർത്തിയിട്ട് നേരെ വണ്ണം ഹിന്ദിയിൽ പറ. എന്താ ഉണ്ടായേ? 2 ട്വിസ്റ്റർ വന്നിട്ട് ഇങ്ങനെ മാസ്റ്ററിനെ പിടിച്ചോണ്ട് പോയി. കുങ്ഫു ബ്രദേഴ്സോ? ഞങ്ങൾക്ക് പെട്ടെന്ന് പോയേ പറ്റൂ. പറ്റില്ല, പറ്റില്ല. ട്രെയിനിങ് ഇനിയും ബാക്കിയുണ്ട്. അത് കഴിയാതെ ഞാൻ പറഞ്ഞയക്കില്ല. പക്ഷേ ഹിം നരേഷിനെ അവർ കൊണ്ടുപോയിരിക്കുകയാണ്. ഞങ്ങൾക്ക് അയാളെ രക്ഷിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ അവരൊക്കെ ഹിം നരേഷിന്റെ പവർ എടുത്തു കളയും. ഒരു ദിവസം കൂടി, അത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടി പോകാം. ഹിം നരേഷ് എന്റെയും കൂടി സുഹൃത്താണ്. ഇന്നത്തേക്ക് ഇനിയും ഇത്രയും മതി. പോകൂ, ഭക്ഷണം കഴിക്കൂ, കറങ്ങി നടക്കൂ. ട്രെയിനിങ് നാളെ ശരി ആകാം. മാസ്റ്റർ. അതെ അതെ, ആരെങ്കിലും ഞങ്ങളെ എയർപോർട്ടിൽ കൊണ്ടുപോകും. ആരെങ്കിലും ഒന്ന് ടാക്സി വിളിച്ചു തരൂ. അയ്യോ, ഇന്നും ഒരു ടാക്സി പോലും ഇല്ലല്ലോ. എത്ര പൈസ വേണമെങ്കിലും തരാം. എത്രയും പെട്ടെന്ന് ഞങ്ങൾ എയർപോർട്ടിലേക്ക് കൊണ്ടുപോയാ മതി. അല്ലെങ്കിൽ ഞങ്ങളുടെ ഫ്ലൈറ്റ് മിസ്സാകും. ഞങ്ങൾക്ക് 1000 കോടി രൂപ നഷ്ടമാകും. ഇന്ന് ഒരു ടാക്സിയും കിട്ടില്ല സാർ, കാരണം ഇന്ന് ഹർത്താലാണ്. 15 മിനിറ്റായി റിക്ഷക്കാരനെ എയർപോർട്ടിൽ എത്തിക്കാൻ സാധിക്കില്ല നിങ്ങളെ, കാരണം എയർപോർട്ട് ഇവിടെ 50 കിലോമീറ്റർ ദൂരമാണ്. അയ്യോ, ഇനിയിപ്പോ എന്താ സംഭവിക്കുക? ഇനിയിപ്പോ എന്താ ചെയ്യാ? ഏതെങ്കിലും രക്ഷക്കാരനുണ്ടോ ഞങ്ങളെ 15 മിനിറ്റ് ആകുമ്പോൾ എയർപോർട്ടിൽ എത്തിക്കാൻ? ഞങ്ങൾ അവർക്ക് 1 ലക്ഷം yen കൊടുക്കാം. 1 ലക്ഷം യെന്നോ? പത്തലു, 1 ലക്ഷം yen നമുക്ക് മാസ്റ്റർക്ക് കൊടുക്കാമല്ലോ. അത് അദ്ദേഹത്തിന് ചാരിറ്റിയിൽ ഉപയോഗിക്കാമല്ലോ. വരൂ, നമുക്ക് ഇവരെ അവിടെ എത്തിക്കാം. പരിശ്രമിക്കുന്നവർക്ക് പരാജയം ഉണ്ടാവില്ല. പിന്നെ ഈ മോട്ടു പത്ലുവിന്റെ ജോഡിക്ക് എന്തും ചെയ്യാൻ പറ്റുന്നതാണ്. മോട്ടു, ഓർമ്മ വെച്ചോ, സ്പീഡ് ഈസ് ദ കീ. ഓക്കെ പത്ലു, വരൂ വലിയേട്ടാ, ഞങ്ങൾ നിങ്ങളെ എത്തിക്കാം എയർപോർട്ടിലേക്ക്. നിങ്ങളൊക്കെ വെറുതെ ഇരുന്ന് തന്നാൽ മതി. പിന്നെ കണ്ടോളൂ ഞങ്ങളുടെ കഴിവ്. ഞങ്ങളെ കൊല്ലാൻ വേണമെങ്കിൽ പത്ലു, ലെഫ്റ്റിലേക്ക് വിട്ടോ. ഓക്കെ മോട്ടു. ചേട്ടന്മാരെ, ഞങ്ങൾ നിങ്ങളെ എയർപോർട്ടിൽ എത്തിക്കും. വെറും 15 മിനിറ്റ് കൊണ്ട്. ധൈര്യമായിട്ടിരുന്നോളൂ. എനിക്ക് എയർപോർട്ടിൽ എത്തണ്ട, സ്വർഗത്തിലല്ല. താങ്ക് യു. ഇതുപോലൊരു എക്സ്പീരിയൻസ് ഒരിക്കലും കിട്ടിയിട്ടില്ല. നിങ്ങൾ ഹ്യൂമൻ അല്ല, സൂപ്പർ ഹ്യൂമൻ ആണ്. ഇന്നാ പിടിച്ചോ 1 ലക്ഷം yen. അല്ല, എന്തിനാ 1 ലക്ഷം? 10 ലക്ഷം yen. നിങ്ങൾ ഇപ്പൊ ചെയ്തത് ഒരു മനുഷ്യന് പോലും ചെയ്യാൻ പറ്റില്ല. സത്യമാ പറഞ്ഞ. ക്രൈം മാസ്റ്റർ, നിങ്ങൾ ഇവിടെ? യെസ്, ഇത് നിങ്ങളുടെ അവസാനത്തെ ടെസ്റ്റ് ആയിരുന്നു. സ്പീഡ് ഈസ് എ കീ. ആ കുങ്ഫു ബ്രദേഴ്സിനോട് ഫൈറ്റ് ചെയ്യണമെങ്കിൽ സ്പീഡ് വേണം. ഇതോടുകൂടി നിങ്ങളുടെ ട്രെയിനിങ്ങും സമാപിച്ചിരിക്കുന്നു. താങ്ക് യു മാസ്റ്റർ. മോട്ടോ പത്ലു, മോൺലെസ് മാസ്റ്ററെ ആരോ കടത്തിക്കൊണ്ടുപോയി. കടത്തിക്കൊണ്ടുപോയോ അല്ല കാണാതെ പോയോ? അല്ലല്ല, ഒരു ട്വിസ്റ്റർ വന്നു, അത് കറക്കിക്കൊണ്ടുപോയി. എന്ത് തട്ടിക്കൊണ്ടുപോയെന്നോ? അങ്ങനെയാണെങ്കിൽ കിഡ്നാപ്പ് ചെയ്തു അല്ലേ? നിങ്ങൾക്ക് പറയാൻ അറിയില്ലെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കെ.
മാസ്റ്റർ ഞങ്ങൾക്ക് ഫോറിനിലേക്ക് പോയേ പറ്റൂ. നാളെ പ്രഭാതമാവുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തിയിരിക്കും. നാളെ രാവിലെ എന്ന് പറയുമ്പോൾ ഒരുപാട് ലേറ്റ് ആവുമല്ലോ. Don't worry, ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അല്ല മാസ്റ്ററെ, നിങ്ങൾ എങ്ങനെയാ എന്റെ മനസ്സിൽ വിചാരിക്കുന്നതൊക്കെ പുറത്ത് പറയുന്നത്? ഞാൻ ഗസ് ചെയ്യാറേ ഉള്ളൂ. ആ ഗസ് എപ്പോഴും ശരിയുമായിരിക്കും. എന്റെ അമ്മോ, ചുഴലിക്കാറ്റും ഇതാ ഇവിടെ എത്തിക്കഴിഞ്ഞല്ലോ. അങ്ങോട്ട് മാറി നിൽക്ക്. ഇതൊന്നു മാത്രമേ ഉള്ളൂ. മറ്റത് എവിടെ? ഇവിടെ വേണ്ട. വരൂ, വന്ന് വേഗം ചെയ്യ്. ഇനി നമ്മൾ ആർക്ക് വേണ്ടിയാ കാത്തിരിക്കുന്നത്? മോട്ടുവിന്റെയും പത്ലുവിന്റെയും അവരുടെ മുമ്പിൽ അവരുടെ കൂട്ടുകാരൻ ഹറൂട്ടോ പിന്നെ അവരുടെ മാസ്റ്റേഴ്സിന്റെയും പവർ ചോർത്തിയെടുത്താൽ അവർക്ക് മനസ്സിലാവും നമ്മുടെ കൂടെ ഏറ്റുമുട്ടിയത് അവർ ചെയ്ത വിഡ്ഢിത്തരത്തിൽ ഏറ്റവും വലിയ വിഡ്ഢിത്തരമാണ്. കുംഫു, അവരെയൊക്കെ വെറുതെ വിടൂ. എങ്കിൽ ഞാനും തന്നെ വെറുതെ വിടാം. ഇല്ലെങ്കിൽ ശരി, ഞാൻ നിങ്ങളുടെ കൂട്ടുകാരനെയും മാസ്റ്റേഴ്സിനെയും വിടാൻ തീരുമാനിച്ചിട്ടില്ല. ഒന്ന് കാണിക്ക് എന്താ ചെയ്യാൻ പോണെന്ന്. അതെ അതെ, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കാണിക്ക്. എന്ത് ചെയ്യാൻ പറ്റും? ഖജാക്, ഒരു ഫോട്ടോ എടുത്തോട്ടെ, അല്ലെങ്കിൽ ഇനി ചിലപ്പോ അതിന്റെ അവസരം കിട്ടിയില്ലല്ലോ. ഖജാക്, എടുത്തോളൂ എടുത്തോളൂ, വീണ്ടും എടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഞങ്ങളുടെ അല്ല, അവരുടെ ഫോട്ടോ എടുക്ക്. അവരുടെ അല്ല, ഇന്ന് ഞാൻ നിങ്ങളുടെ ഫോട്ടോ എടുക്കാൻ പോണ. ഖജാക്, മോട്ടു പത്ലുവിന്റെ കൈ കൊണ്ട് ഇന്ന് നിങ്ങളുടെ എന്താ നടക്കാൻ പോണ. മോട്ടു പത്ലുവിനെ പോലെ സത്യസന്ധരായ മനുഷ്യര് ഒരിക്കലും തോക്കാൻ പാടില്ല. ഖജാക്, വിഷമിക്കണ്ട, നീ ക്യാമറ തയ്യാറായിക്കൊള്ളൂ. ഞങ്ങളെ ഉമ്മാരെ പറഞ്ഞു വിടാം. മോട്ടു പത്ലു, അവർ ഓടുന്നത് നിങ്ങൾ തടയണം, അല്ലെങ്കിൽ ഞങ്ങളുടെ 4 പേരുടെ പവേഴ്സ് അവരെ ആവാഹിച്ച് വലിച്ചെടുക്കും. പൊളിച്ചെടുത്തല്ലോ. മോട്ടു പത്ലു, വേഗം ചെന്ന് മാസ്റ്ററിനെ രക്ഷിക്കാൻ നോക്കേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ലല്ലോ. പത്ലു, നീ എന്തെങ്കിലും ആലോചിക്കേ. ഐഡിയ, നമുക്കും ഇതേ സ്പീഡിൽ കറങ്ങിയിട്ട് ഇതിനകത്തേക്ക് നുഴഞ്ഞു കേറാം. ഓക്കെ പത്ലു. വാ. അല്ല ചേട്ടാ, ഒന്ന് വേഗം ഓട്. ഇനിയും വേഗം ഓട് ഓട്. നിങ്ങൾ പോവരുത്. വേഗം വരൂ മാസ്റ്റർ, ഇവിടുന്ന് വേഗം.
ഓട്ടു പത്ലു, നിങ്ങൾ ഞങ്ങളോട് മത്സരിക്കാൻ നോക്കുകയായിരുന്നു അല്ലേ? നോക്ക് ഞങ്ങളുടെ പവർ. എന്റെ അത്തിപ്പാറ അമ്മച്ചി ഹമാർ കൊടുക്കുന്ന ശക്തിയാ കേട്ടോ. എന്തൊരു ഇടിയാ. വേളി തന്നെ നിൽക്കൂ, ഞങ്ങൾ ഇപ്പൊ തിരിച്ചു വന്നേക്കാം. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? പെട്ടെന്ന് എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. ഞാൻ എങ്ങനെയെങ്കിലും അവരുടെ ശ്രദ്ധ തിരിക്കാൻ മോട്ടു. ആ സമയത്ത് നീ മെഡിറ്റേഷൻ ചെയ്ത് നിന്റെ പവർ വർദ്ധിപ്പിക്ക. അതിനുശേഷം നീ നിന്റെ പണി തുടങ്ങിക്കോ. ഓക്കെ പത്ലു. വേഗം വാ. എന്റെ അമ്മേ. കാണിച്ചു തരണം നിന്റെ. മോട്ടു നിക്ക്, ഇവനെ ഞാൻ നോക്കിക്കോളാം. ഇല്ല, അവരെന്റെ ഉള്ളിലുള്ള പവേഴ്സ് എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും ശക്തി ഒന്നാക്കിയെടുക്കൂ. മാസ്റ്റർ, നിങ്ങൾക്ക് വിശ്രമിക്കൂ. ഇവന്മാർക്ക് നിങ്ങളുടെ ശിഷ്യരായ ഈ മോട്ടുവും പത്ലവും തന്നെ ധാരാളം. ഇല്ല, അവരവരുടെ തന്നെ ക്ലൗഡ് കോൺ ഉണ്ടാക്കിയിരിക്കുന്നു. ഇല്ല ഇല്ല, ഒരു മാസം കൊണ്ട് നിഞ്ച ക്ലൗഡ് ടെക്നിക് എങ്ങനെയാണ് പഠിപ്പിച്ചത്? നമ്മുടെ മാസ്റ്റർ നന്നാവുകയാണെങ്കിൽ ഏതൊരു സ്റ്റുഡന്റിനും എന്തും പഠിച്ചെടുക്കാൻ പറ്റും. സ്റ്റുഡൻസ് നല്ലവരാണെങ്കിൽ എന്തും പഠിക്കാൻ പറ്റും.
ആരുടെയൊക്കെയോ പവേഴ്സ് എടുത്തതെന്ന് വെച്ചാൽ അതെല്ലാം അവർക്ക് തിരിച്ചു പോവുകയാണ്. മോട്ടു പത്ലു, വളരെ സന്തോഷമായി നിങ്ങളെ രണ്ടാമത് കണ്ടതിന്. താങ്ക് യു മോട്ടു പതലു. നിങ്ങൾ ധൈര്യശാലികൾ മാത്രമല്ല, നല്ല മനസ്സുള്ളവരാ. അല്ല, ഒരു മിനിറ്റ്, ഞാൻ ഇനി ഒരു നല്ല ഫോട്ടോ എടുത്തോട്ടെ. ഗജാക്. Watch India's largest kids library only on Jio Hotstar. Download the app now.